ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മീൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മസാലയോട് കൂടിയിട്ടുള്ള നല്ലൊരു മീൻ പൊരിച്ചത് തന്നെയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 സ്പൂൺ കുരുമുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ വലിയ ജീരകപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മീൻ പൊരിക്കാൻ വേണ്ടത് 1/2 സ്പൂൺ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് സുർക്കയാണ്. സുർക്ക 4 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി സുർക്ക ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലകളൊക്കെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവ് ഉപ്പ് ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ഇനി ഈ മീനൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായി ചൂടായി മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മസാലയോട് കൂടിയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. ഇതിലേത് മീനും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. എല്ലാ മീനും ഈ ഒരു മസാല ഉപയോഗിക്കാവുന്നതാണ്. ഈ ഓയിൽ നന്നായി ചൂടായി വന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. തീ നന്നായി കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മസാലയൊക്കെ. അപ്പോൾ ഈ മസാല നല്ല ഉണ്ടായതുകൊണ്ട് തന്നെ അധികം തീയാണ് കൂട്ടി വെക്കാൻ പറ്റില്ല. ഒരു കുറഞ്ഞ തീയിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ അത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മീനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാനായിട്ട് ലേശം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലയിലേക്ക് സുർക്ക ഇല്ലെങ്കിൽ ലേശം പുളി ചേർത്താലും മതിയാകും. പുളി പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർത്താലും മതിയാകും. അപ്പോൾ അതാ നമ്മുടെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മീൻ ഫ്രൈ തന്നെയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്